ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് എപ്പോഴും കാണുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ടൈപ്പ് ടോപ്പാണെന്ന്. ഒരു പെപ്ലം ടോപ്പ് എന്നൊക്കെ പറയും ഇതിന്. അങ്ങനത്തെ ഉള്ളൊരു ഒന്നാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നൈറ്റിയുടെ ബിറ്റാണ്. 2.90 നൈറ്റി ബിറ്റാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നെക്കിൻ്റെ വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ 2.5 മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഒരു 3.5 ഇഞ്ച് ഷോൾഡറുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ നമുക്കൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതൊരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോൾ ഞാനൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 പറയുമ്പോൾ 8 വരുന്നത്. 8 + 1.5 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 9.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 32ൻ്റെ 4/1 8, 8ൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസ്, അതായത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത ആ 2 പോയിൻറ്റുകളും തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കണം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പും കൂടെ കൊടുത്തേക്കണം. ഇനി വേണ്ടത് നെക്കിൻ്റെ ലെങ്ത്താണ്. ബാക്ക് നെക്കാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് ഒരുമിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 2 പീസായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് നമ്മളൊരു വി ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. വി ഷേപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വി അല്ല, ഒന്ന് കർവ് ചെയ്തിട്ടുള്ള ഒരു വി ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, പിന്നെ ആം ഹോൾ കട്ട് ചെയ്യുക, സൈഡ് കട്ട് ചെയ്യുക, അങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ഫ്രണ്ട് നെക്ക് വേറെ സെപ്പറേറ്റ് ആ ഒരു പീസ് ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 15 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. + 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 16.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലത്തെ ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് ആം ഹോൾ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ ആ ഒരു ഫ്രണ്ടിലത്തെ പീസിൽ നമുക്ക് ഒരു ആലിയ കട്ട് മോഡലിലാണ് വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴേന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത ലൈനില്ലേ, ആ ലൈനിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ താഴെ 1/2 ഇഞ്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ആലിയ കട്ടും വെട്ടുന്നത്. അപ്പോൾ ഇതിനേക്കാളും അതിൻ്റെ ആ സ്കേർട്ടിൻ്റെ പോർഷന് കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുതലുണ്ട് എന്നുള്ളൂ. ഇത് ചെറിയ ടോപ്പാട്ടോ, ജീൻസിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പാകത്തിനുള്ള ടോപ്പാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു വി ഷേപ്പ് വരും. അപ്പോൾ ഞാനിത് നിവർത്തി കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ താഴേക്കുള്ള പോർഷൻ എടുത്തു വച്ചിരിക്കുകയാണ്. നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 25 ഇഞ്ചാണ്. അപ്പം മുകളിലത്തെ പാർട്ടിന് ഞാൻ 15 ഇഞ്ചും താഴത്തേന് ഞാൻ 10ഉമാണ് എടുത്തിരിക്കുന്നത്. ഇത് നൈറ്റിയുടെ ബിറ്റായതുകൊണ്ട് അധികം വിഡ്ത്തുള്ള തുണിയല്ല. ഇതിനിപ്പോൾ ഏകദേശം 32 ഇഞ്ച് വിഡ്ത്താണ് ആകെ വരുന്നുള്ളൂ. അപ്പോൾ താഴേക്ക് ഞാൻ ഒരു 10 ഇഞ്ചും + 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടി ഒരു 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിരിച്ചിട്ടേക്കുന്ന തുണിയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 32 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് വ്യത്യാസം വരുള്ളൂ. കാരണം നമ്മൾ ഫ്രണ്ടിലൊരു വി പോലെ അല്ലേ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
ഇതിനെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് അതിൻ്റെ ഓപ്പൺ സൈഡ് കണ്ടോ, റൈറ്റ് സൈഡിൽ, ആ ഓപ്പൺ സൈഡിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് ഒന്ന് ചെരിച്ച് വരയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ആം ഹോൾ റൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 9 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവിനായിട്ടുള്ള തുണി 2 പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ട് 9 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒരു 8 ഇഞ്ചിലൊന്ന് താഴേക്ക് വിട്ട് മാർക്ക് ചെയ്യണം. നമുക്ക് എത്രയാണോ ആം ഹോൾ റൗണ്ട് കിട്ടുന്നത് അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. 20ൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 21.5-ൽ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നേരെ താഴേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണ ആ ഒരു ലൈനിൽ തന്നെ ഒരു 3.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്നാണ് നമ്മുടെ കൈ ഷേപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്ക് സ്ലീവ് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇത് ഞാൻ ബാക്ക് സൈഡാണ് വരച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് ഫ്രണ്ട് സൈഡും കൂടെ വരച്ചെടുക്കുക. ഇനി താഴേക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്നത് 4.5 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്തു. താഴേക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ആ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണേ ആ ഒരു പോയിൻറ്റിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. തയ്യൽ തുമ്പിന് ഇട്ടേക്കണ ആ താഴത്തെ പീസിൽ നിന്ന് ആ ഒരു 1.5 ഇഞ്ചിലേക്കും കൂടെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് വെട്ടിയെടുത്തു, സൈഡും കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് കുഴിച്ചും വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ നെക്ക് തന്നെ വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചെടുക്കാം നമുക്ക് ആദ്യം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് പീസിനുള്ളതും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നെക്കിലേക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോർണർ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചിടുക. ബാക്ക് പീസും അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി താഴേക്കുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം. ഇത് ബാക്ക് പീസാണ് ഞാൻ പ്ലീറ്റ് ഇട്ടെടുക്കുന്നത്. ഫ്രണ്ട് പീസും അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് നൂല് വലിച്ച് വിട്ടിട്ട് അങ്ങനെ പ്ലീറ്റ് ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റായി കഴിയുമ്പോൾ ചിലപ്പോൾ തികയാതെ വരും. ഇങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഞാൻ ആ ഒരു പീസ് വെച്ചിട്ട്, അതായത് നമ്മുടെ യോക്കിൻ്റെ പോർഷൻ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ്. അതാണ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നമ്മുടെ ഒരു കർവ് വരുമല്ലോ സെൻറ്റർ ഭാഗത്തായിട്ട്. അപ്പോൾ ബാക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം ആ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ പ്ലേറ്റ് ഇട്ടെടുത്തേക്കണ ഭാഗത്തിൻ്റെ സെൻറ്ററും കൂടെ വരണം. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ചു തുടങ്ങാം. കറക്റ്റ് ആ ഒരു വി ഷേപ്പ് അവിടെ വരാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. സ്ലീവൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ട് 19 ഇഞ്ചാണ്. 19 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ് തൊട്ട് നമ്മൾ ഫുള്ളായിട്ട് ബോഡി ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞിട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഒന്നുകൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കറക്റ്റ് ആ ഒരു നമ്മൾ പ്ലേറ്റ് വെച്ചിരിക്കുന്ന ഭാഗവും യോക്ക് പോർഷനും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് രണ്ടും ഒരേപോലെ വരണം. എന്നിട്ട് താഴേക്ക് അടിച്ചു പോരുക.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക. താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.